നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മലയാളികൾ കണ്ണു തള്ളി സ്വയം ചോദിച്ചു പോവുകയാണ് ഇതെന്തൊരു പോക്കാണെന്ന്. സംഗതി മറ്റൊന്നുമല്ല, സ്വർണ്ണവില തന്നെയാണ്. യാതൊരു ബ്രേക്കുമില്ലാതെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ സ്വർണ്ണവില അങ്ങനെ കത്തിക്കയറുകയാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യുമെന്നതാണ് നിലവിലെ ആശങ്ക. പതിവ് പോലെ ഇന്നും സ്വർണ്ണവില യാതൊരു ഇളവുമില്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. പവന് ഇന്ന് 140 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണം വേണമെങ്കിൽ ഇന്ന് 61,960 രൂപ നൽകണം. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 7,745 രൂപയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് വില വർധനവ്. കഴിഞ്ഞയാഴ്ചയാണ് 1 പവൻ സ്വർണത്തിന്റെ വില ആദ്യമായി 60,000 കടന്നത്. രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതായാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു സ്വർണ്ണവില. 30 ദിവസത്തിനിടെ 4,500 രൂപയാണ് വർദ്ധിച്ചത്. സ്വർണ്ണവില കഴിഞ്ഞ 5 വർഷമായി 1,700 മുതൽ $2,000 നിന്നും കാര്യമായ ഉയർച്ചയില്ലാതെ തുടരുകയായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $2,050 ലെവലിൽ നിന്നും കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് $2,790 വരെ ഉയർന്നു. ഏകദേശം 38% ഉയർച്ചയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ രൂപ 83.25 നിന്നും 85 എന്ന നിലയിൽ ഡോളറിലേക്ക് ദുർബലമായതും സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഡോളർ ശക്തമാകുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും. ഇത് ആഭ്യന്തര സ്വർണ്ണവില വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണ ഇറക്കുമതി തീരുവ ഉയർത്താനാണ് തീരുമാനമെങ്കിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണവില 64,000 കടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വർണ്ണവില ഈ പോക്കാണ് പോകുന്നതെങ്കിൽ വിവാഹാവശ്യത്തിനും മറ്റും സ്വർണം വാങ്ങുന്നവരുടെ കൈ പൊള്ളുമെന്ന് തീർച്ച.